ഹലോ എല്ലാവർക്കും നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു പിക്കപ്പ് ആയിൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഈ 2025 ജനുവരി മാസം നിങ്ങളെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട പാഠങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് തംബ്നെയിലിൽ 3 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ 3 ഫയലുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇൻഡ്യൂട്ടീവിൽ വേണം നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാനായിട്ട്. ഓരോ ഗ്രൂപ്പിൻ്റെയും ടൈം സ്റ്റാമ്പ്സ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് എന്താ പറയുക കണക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഈ റീഡിംഗ് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള 2 ഗ്രൂപ്പിലെയും റീഡിങ്സ് കേൾക്കുക. നിങ്ങളുടെ ലൈഫുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ, അതുമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്ന സന്ദേശങ്ങൾ മാത്രം സ്വീകരിക്കുക. അതുപോലെ ആവർത്തിച്ച് വരുന്ന സന്ദേശങ്ങളും പ്രത്യേകം നോട്ട് ചെയ്യുക, അത് സ്വീകരിക്കുക. ബാക്കിയുള്ളതിനെ തള്ളിക്കളയുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഗ്രൂപ്പ് 1ൻ്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. ഇനി നിങ്ങളുടെ കൂടെയാണ്. നിങ്ങൾക്ക് ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്യാം, എന്നിട്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കാം. ഹലോ ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫയൽ അല്ലെങ്കിൽ തംബ്നെയിലിലെ ആദ്യത്തെ ചിത്രമാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾ പഠിച്ച പ്രധാനപ്പെട്ട പാഠങ്ങൾ എന്തൊക്കെ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ച പ്രധാനപ്പെട്ട ഒരു പാഠം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള വളരെ സന്തോഷം നിറഞ്ഞ ഒരു ലൈഫാണ് മുന്നോട്ട് പോകുമ്പോൾ വേണ്ടതെങ്കിൽ അതേ എനർജിയിലായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു മാസം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴൊക്കെ വളരെ ഹാപ്പി ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് ഇരുന്നിട്ടുണ്ടോ, ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അതായത് ഇനി വരാൻ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു പോസിറ്റീവായിട്ട് നിങ്ങൾ എപ്പോഴൊക്കെ ചിന്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, അപ്പോഴൊക്കെ ആ ഒരു സാഹചര്യം നിങ്ങൾ വിചാരിച്ച കാര്യം എന്താണോ അത് വളരെ പോസിറ്റീവായി നടന്നതായിട്ട് നിങ്ങൾക്ക് സന്തോഷം തരുന്ന രീതിയിൽ നടന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സന്തോഷം തന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ അത്രയും ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു കാര്യം ഈ ഒരു മാസം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ആ ഒരു ആഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് ഒരു ബെസ്റ്റ് കേസ് സിനാരിയോ മാത്രമേ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾ ഒരു തരത്തിൽ പരീക്ഷിച്ചതായിരിക്കാം, പക്ഷെ നിങ്ങൾ അതാണ് ചെയ്തത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് നടക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ ഒരു വലിയ പാഠം അതാണ്. നിങ്ങൾ ഏത് എനർജിയിലായിരിക്കുന്നു, ഏത് എനർജിയിലാണോ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അതാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുക എന്നുള്ളൊരു വലിയ പാഠം നിങ്ങൾ ഈ ഒരു ജനുവരി മാസം തന്നെ പഠിച്ചിട്ടുണ്ട്. അത് വളരെ നല്ലൊരു രീതിയിലാണ് പഠിച്ചത്. നിങ്ങൾ അത്രയും ആഗ്രഹിച്ച ഒരു കാര്യം നടന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഒരു എന്താ പറയണ്ടേ, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച്. കഴിഞ്ഞുപോയ കാലം നമ്മുടെ നിന്ന് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. നമുക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ലജ്ജ തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുറ്റബോധം തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ അതിന് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ എന്താ പറയുക നിങ്ങളെ തന്നെ പഴിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെ നിങ്ങളെ തന്നെ വിമർശിക്കുക, അങ്ങനത്തെ ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടായിരുന്നുണ്ടാകും. പക്ഷേ നിങ്ങൾ ഈ ഒരു മാസത്തിലൂടെ പഠിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടുപോരണമെങ്കിൽ ആ ഒരു കഴിഞ്ഞു പോയ കാര്യം, നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടാക്കുന്ന, നിങ്ങൾക്ക് ലജ്ജ ഉണ്ടാക്കുന്ന, വിഷമം ഉണ്ടാക്കുന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിട്ടുപോരണമെങ്കിൽ, നിങ്ങൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ ആ ഒരു നിങ്ങളെ കടന്നു പോകുന്ന ആ ഒരു സിറ്റുവേഷൻ, ആ സാഹചര്യത്തിലായിരിക്കുന്ന നിങ്ങളോട് എന്ത് വേണം, ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ആശ്വസിപ്പിക്കണം. അതായത് അത് മനുഷ്യനാണ്, തെറ്റുകൾ പറ്റും, പക്ഷെ ആ തെറ്റിൽ നിന്ന് പാഠം പഠിച്ചല്ലോ. ഓക്കെ, അപ്പോൾ അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ലജ്ജ തോന്നേണ്ട ആവശ്യമില്ല. നിന്നെക്കൊണ്ട് പറ്റാവുന്നതിൻ്റെ ഏറ്റവും നല്ല കാര്യം തന്നെയാണ് നീ ചെയ്തത്. പക്ഷെ നിനക്ക് ഇപ്പോൾ നിങ്ങൾ സ്വയം തന്നെ പറയേണ്ട കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളിത് സ്വയം പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ ഒരുപാട് എനർജറ്റിക്കലി അല്ലെങ്കിൽ സ്പിരിച്വലി മാറ്റം വന്നതുകൊണ്ടാണ് ഇതിനേക്കാൾ നല്ല രീതിയിൽ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യായിരുന്നു എന്ന് തോന്നലുണ്ടാകുന്നത്. പക്ഷേ ആ ഒരു സാഹചര്യത്തിലായിരുന്നപ്പോൾ അപ്പോഴത്തെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിലാണ് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത്. ഒരു മനുഷ്യനാകുമ്പോൾ തെറ്റുകൾ പറ്റും, എപ്പോഴും പെർഫെക്റ്റ് അല്ല. അങ്ങനെ ഒരു വളരെ കമ്പാഷനോടുകൂടി, വളരെ സ്നേഹത്തോടു കൂടി, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടും കൂടെ നിങ്ങളുടെ പാസ്റ്റ് സെൽഫിനോട് സംസാരിക്കുമ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു പാസ്റ്റ് എനർജിയിൽ നിന്ന്, ആ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെൽഫ് ലവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നും ലൈഫ് ഒരു എന്താ പറയുക ഓർഗനൈസ്ഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണക്റ്റഡ് ആണ്. അതായത് സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ പാസ്റ്റ് സെൽഫിനോട് ക്ഷമിക്കുകയാണ് വേണ്ടത്. ഓക്കെ, നമ്മുടെ പാസ്റ്റ് സെൽഫ് നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ
നമ്മൾ ക്ഷമിക്കണം. അവിടെ നമ്മളോട് തന്നെ ക്ഷമിക്കുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുള്ളൂ. ആ ഒരു പാഠം നിങ്ങൾ പഠിച്ചു. നിങ്ങൾ നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് പഠിച്ചു. നിങ്ങളുടെ ഇമോഷൻസ്, ഓക്കെ, നിങ്ങൾ നിങ്ങളെ തന്നെ വേദനിപ്പിച്ചുകൊണ്ട് മറ്റാർക്കും ഒരു സന്തോഷവും നേടിക്കൊടുക്കേണ്ടതില്ല എന്നുള്ള ആ ഒരു വലിയ പാഠം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ ഈ ഒരു ലോകത്ത് ആരുടെ സന്തോഷമാണോ, ആരുടെ ഒരു സമാധാനമാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, അത് നിങ്ങളുടെ തന്നെയാണ് എന്നൊരു പാഠവും നിങ്ങൾ ഈ ഒരു മാസത്തിലൂടെയാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അതിനൊരു മെച്യൂർ എനർജി നിങ്ങളിൽ ഞാൻ കാണുന്നുണ്ട്. അതുപോലെ കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ, ഓക്കെ, കൂടുതൽ ടെൻഷൻ അടിക്കുമ്പോൾ, കൂടുതൽ സ്ട്രെസ്, ഏതൊരു കാര്യത്തിനെ കുറിച്ചും കൂടുതൽ ടെൻഷൻ ആവുമ്പോഴും കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്യുമ്പോഴും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മനസ്സിലേക്ക് വരികയും അപ്പോൾ കൃത്യമായൊരു തീരുമാനം എടുക്കാൻ പറ്റാതാവുകയും മാത്രമല്ല ഏതെങ്കിലും ഒരു അവസരം, അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള അവസരം മുന്നിൽ വന്നാൽ പോലും അത് കാണാൻ സാധിക്കാതെ പോവുകയും ചെയ്യും എന്നുള്ളൊരു പാഠം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ മുന്നിലേക്ക് വരുന്ന അവസരങ്ങൾ, നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി കൃത്യമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയണമെങ്കിൽ, നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് എത്രത്തോളം ശാന്തമായിരിക്കണം എന്നുള്ളൊരു പാഠവും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ജനുവരി മാസത്തിൽ. അപ്പം കാരണം നിങ്ങൾക്ക് ലൈഫിൽ ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടാവണം, നിങ്ങൾ ഒരുപാട് സ്ട്രെസ് ചെയ്ത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ ഒരു വഴിയും തെളിയാതെ ആകെ ഒരു സ്റ്റക്കായിട്ട് തോന്നിയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് അതിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിഞ്ഞു, അതായത് നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ അതിൽ ശ്രദ്ധ തിരിഞ്ഞ് വേറൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തപ്പോഴാണ് ആ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നിങ്ങളിലേക്ക് തന്നെ വന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയൊരു പാഠതാണ്, അതായത് അതിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഇരിക്കും തോറും നമുക്ക് സ്റ്റക്ക് എനർജിയാണ് നമ്മളെ അട്രാക്ട് ചെയ്യുക, നെഗറ്റീവായിട്ടുള്ള എനർജിയാണ് അട്രാക്ട് ചെയ്യുക. കൂടുതൽ ഭയമുളവാക്കുന്ന, ആശങ്ക ഉളവാക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങളാണ് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. അതേസമയം ആ ഒരു കാര്യത്തിനെ വളരെ സമാധാനത്തോടെ, വളരെ ശാന്തതയോടെ അതിനെ ഫേസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ടും ആ ഒരു പ്രോബ്ലം, ആ ഒരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള അവസരങ്ങൾ വരുമ്പോഴും അത് തിരിച്ചറിയാനും അത് ഉപയോഗിക്കാനും സാധിക്കും എന്നുള്ളൊരു വലിയ പാഠം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അവസാനമായിട്ടൊരു പാഠം പഠിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ. ഓക്കെ, നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, ആ ആഗ്രഹങ്ങൾ ആദ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞു പോയ, ഓക്കെ, നിങ്ങൾ അവസാനിപ്പിക്കേണ്ടതായിട്ടുള്ള ചില ചാപ്റ്ററുകളുണ്ട്. അതിൽ നിന്ന് പറഞ്ഞാൽ ഇതുവരെ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ, ചില റിലേഷൻഷിപ്പ്, ചില ബന്ധങ്ങൾ, ചില സാഹചര്യങ്ങൾ, നിങ്ങൾ അതിൽ നിന്നൊക്കെ വിട്ടുപോകാൻ നിങ്ങൾക്കൊരു മടി ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ തന്നെ ഒരു മനസ്സിലാക്കിയ ഒരു പാഠമാണ്, നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യും തോറും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ ആ ഒരു വളരെ നിങ്ങൾ ആ ഒരു സ്റ്റാഗ്നന്റ് എനർജിയിൽ നിന്ന് പോവുകയാണ്. ഓക്കെ, ബാക്കിയുള്ളവരെ നിങ്ങൾ നോക്കുമ്പോൾ അതേ അവസരത്തിൽ ഉൾപ്പെട്ടവർ, അവരതിൽ ഫോക്കസ് ചെയ്യുന്നില്ല, അവരെ കഴിഞ്ഞു പോയാൽ ഫോക്കസ് ചെയ്യുന്നില്ല, അവരവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഒരു അവേക്കണിങ് പോലെ നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നിട്ടുള്ള ഒരു ഡൗൺലോഡാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായി അതിനൊരു എനർജറ്റിക്കൽ സ്പേസ് നമ്മുടെ ലൈഫിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ആ ഒരു എനർജറ്റിക്കൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് നമ്മുടെ ഫിസിക്കൽ റിയാലിറ്റിയിലേക്ക് വരുള്ളൂ. ഏതൊരു ആഗ്രഹമാണെങ്കിലും കഴിഞ്ഞു പോയ കാര്യങ്ങൾ, കഴിഞ്ഞു പോയ കാലഘട്ടം, അത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ ഒരുപാട് വളരുന്നതിനും നിങ്ങൾക്കൊരു ഒരു പക്വത എത്തുന്നതിനും വേണ്ടിയിട്ട് നിങ്ങളുടെ കാഴ്ചപ്പാടുകളിലും നിങ്ങളുടെ വിശ്വാസങ്ങളിലും ഒക്കെ അനിവാര്യമായ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് നടന്ന സംഭവങ്ങളാണ് എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു എന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അതാണൊരു വലിയ പാഠം നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. മാത്രമല്ല, എന്തൊക്കെ നമ്മൾ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മുടെ ലൈഫിലേക്ക്, ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ കഴിഞ്ഞുപോയ സാഹചര്യത്തിനെ നമ്മുടെ ലൈഫിൽ നിന്ന് അടഞ്ഞ അധ്യായങ്ങളെ അതിനെ വിട്ടുകളയുക, അതിൽ നിന്ന് മുന്നോട്ട് പോരുക. അത് നമ്മൾക്ക് പാഠങ്ങൾ പഠിക്കാനുണ്ടായിരുന്ന നമുക്ക് ചില പാഠങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ വളരാനായിട്ട് ഈശ്വരൻ ഒരുക്കിയ സാഹചര്യങ്ങളാണെന്ന രീതിയിൽ കണ്ടാൽ നമുക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുമെന്നും മാത്രമല്ല, അതോടൊപ്പം നമുക്ക് ലഭിച്ചിട്ടുള്ള ചെറിയ വലിയ അനുഗ്രഹങ്ങളെ അതിനെ അക്നോളജ് ചെയ്യുകയും അതിന് ഈശ്വരനോട് നന്ദി പറയുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജീവിതം, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു അധ്യായം നമ്മുടെ ജീവിതത്തിലേക്ക് വരുള്ളൂ, നമ്മുടെ ഫിസിക്കൽ റിയാലിറ്റിയിലേക്ക് വരുള്ളൂ എന്നുള്ളൊരു പാഠം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്കൊന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നിട്ടുണ്ടാവണം ഈ ഒരു മാസം. നിങ്ങൾ ആദ്യം ചിലപ്പോൾ അത് അക്നോളജ് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു റിയലൈസേഷൻ വരികയാണെങ്കിൽ ഞാൻ ഇത് അക്നോളജ് ചെയ്യണം, ഇത് ഞാൻ ഒരു സമയത്ത് ഞാൻ ഇത് ആഗ്രഹിച്ച കാര്യമാണ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്, അപ്പോൾ ഞാനിത് അക്നോളജ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ അക്നോളജ് ചെയ്യുകയും നിങ്ങൾ അതിനോട് ഒരു ചിലപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ടാവും എല്ലാ ദിവസമൊക്കെ എടുക്കുന്നതിന് മുന്നേ. ഓക്കെ, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എനർജിയിലിരിക്കുമ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞു പോയ കാലഘട്ടത്തിന് അതൊക്കെ ഒരു പാഠങ്ങൾ പഠിക്കാനുള്ള ഒരു ഭാഗമായിരുന്നു എന്ന് മനസ്സിൽ കണ്ട് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവാൻ സാധിച്ചു എന്നല്ല, പുതിയ പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെ സംഭവിക്കുക, അതിലേക്കൊരു പോസിറ്റീവ് ഒരു പ്രോഗ്രസ് കാണുക. അങ്ങനെ നിങ്ങൾ പഠിച്ചൊരു പാഠമാണ് ഈ രണ്ട് കാര്യങ്ങളും, അതായത് സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക പാസ്റ്റിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകുന്നതും. ഇത് രണ്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ഫിസിക്കൽ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട പാഠവും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല ചെറിയ വലിയ അനുഗ്രഹങ്ങൾ, അത് എത്ര ചെറിയ നേട്ടങ്ങളാണെങ്കിലും വലിയ നേട്ടങ്ങളാണെങ്കിലും അത് അനുഗ്രഹങ്ങളാണ്. ആ ചെറിയ നേട്ടങ്ങളിലും നിങ്ങൾ അഭിമാനിക്കണം, നിങ്ങൾ സ്വയം അഭിമാനിക്കണം, നിങ്ങൾ സ്വയം അഭിനന്ദിക്കണം എന്നുള്ള ആ ഒരു പാഠവും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതും സെൽഫ് ലവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് എന്നുള്ളത് നിങ്ങൾ ഈ ഒരു മാസം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾ ഈ ജനുവരി മാസത്തിൽ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പാഠങ്ങൾ ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നിങ്ങൾ ഈ ഒരു ഫയൽ അല്ലെങ്കിൽ തംബ്നെയിലെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങളുടേതായി ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു മാസം നിങ്ങൾ എന്തൊക്കെ പാഠങ്ങളാണ് പ്രധാനമായിട്ട് പഠിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്, പിന്നെ ഹാങ്ഡ് മാൻ, ഹൈറോഫന്റ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു പാഠം പഠിച്ചിട്ടുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ, ഓക്കെ, നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് യൂണിവേഴ്സിൽ സറണ്ടർ ആയിരിക്കണം, ക്ഷമ വേണം, ഓക്കെ, ഡിവൈൻ ടൈമിംഗ് ഡിവൈൻ പ്ലാനിൽ വിശ്വസിക്കണം. അപ്പോൾ ആ ഒരു കാര്യം അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ ആ ഒരു പാഠമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ജനുവരി മാസത്തിൽ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ എപ്പോഴൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യത്തിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി അതിൽ ഫോക്കസ് ചെയ്യാതെ അത് നടക്കുമ്പോൾ നടക്കട്ടെ എന്നൊരു മെൻറ്റാലിറ്റിയിൽ നിങ്ങൾ നിന്നിട്ടുണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം നടന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാട്ട് നിങ്ങൾ അങ്ങനെ ആലോചിച്ചു, ഓക്കെ കേട്ടാൽ കൊള്ളാം, കുറേ നാളായി അത് കേൾക്കണം എന്ന് നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും. സ്പോട്ടിഫൈ അങ്ങനെ ഉപയോഗിച്ച് കേൾക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ അതിനെ പിന്നെ വിട്ടുകളഞ്ഞു, അത് നിങ്ങൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നില്ല, വിട്ടുകളഞ്ഞു. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ടി വിയിൽ ആ പാട്ട് വരികയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതും ഒരു മാനിഫെസ്റ്റേഷനാണ്, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ ആ ആഗ്രഹിക്കുന്നൊരു കാര്യം ഒന്ന് കേൾക്കണം, അത് നമ്മുടെ ഒരു ആഗ്രഹമാണ്, മനസ്സിലായോ? അത് വരികയാണ് അങ്ങനെ. അപ്പോൾ നിങ്ങൾ റിയലൈസ് ചെയ്യണം, ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു, ശരിയാണ്, അത് വേണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ അതേസമയം ഞാൻ അതിൽ തന്നെ ഫോക്കസ് ചെയ്തില്ല, എപ്പോൾ വരും എപ്പോൾ കേൾക്കുമെന്ന് നോക്കിയിരുന്നില്ല, ഞാൻ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയ അതിനൊരു ക്ഷമ ഞാൻ കാണിച്ചോടെ, ഇപ്പം തന്നെ കേൾക്കണം എന്നൊന്നും ധൃതിയും വെച്ചില്ല. ഓക്കെ, അല്ലെങ്കിൽ വേഗം തന്നെ ചെയ്യണം, അങ്ങനെ ഒരു ഡെസ്പിറേഷനേ ഉണ്ടായിരുന്നില്ല. കേൾക്കാം എന്നുള്ളതിൽ അതിനെ വിട്ട് കളഞ്ഞു, ലെറ്റ് ഗോ ആറ്റിറ്റ്യൂഡ്. അതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ കാര്യം ആ ദിവസം തന്നെ എന്നുള്ളോണം, നിമിഷങ്ങൾക്കകം എന്നുള്ളോണം നിങ്ങൾക്ക് ആ കാര്യം നടന്ന് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു പാഠമാണ് നിങ്ങൾ പ്രധാനമായിട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിവൈനിൽ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ സ്വയം സമർപ്പിക്കുന്നുവോ, എത്രത്തോളം നിങ്ങൾ ആ ഡിവൈൻ പ്ലാനിങ്ങിലും ഡിവൈൻ ടൈമിങ്ങിലും ക്ഷമയോടെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു, അത്രയും എളുപ്പത്തിൽ വളരെ വേഗത്തിൽ തന്നെ അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നൊരു പാഠമാണ് നിങ്ങൾ ആദ്യമായിട്ട് പഠിച്ചിട്ടുള്ളത്. പിന്നെ ജീവിതത്തിൽ ഉയരങ്ങളിലെത്താൻ, ജീവിതത്തിൽ സക്സസ്ഫുൾ ആകാൻ മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല എന്നുള്ളൊരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെ സ്ട്രഗ്ലിങ് സിറ്റുവേഷനിലായിരുന്നു എന്ന് ഞാൻ കാണുന്നു. നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നു, നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് വേണ്ട ഒരു സമയത്ത് നിങ്ങൾ വളരെ ഒറ്റയ്ക്കായിരുന്നു. പക്ഷെ നിങ്ങൾ എന്താ പറയുക, ആ ഒരു സമയം അത്രയും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരുപാട് ലാക്ക് മൈൻഡ് സെറ്റും പിന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നിങ്ങൾ അതിനെ വകവയ്ക്കാതെ
നിങ്ങൾ ആ ഒരു ആൻസൈറ്റി, ഒരു ഭയം ഒക്കെ പേടി, സബ് കോൺഷ്യസ്ലി വളരെ ഒരു പേടിയും ഒക്കെ ഉണ്ടായിരുന്നു ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇല്ല, എനിക്ക് നല്ലതേ സംഭവിക്കുള്ളൂ എന്ന ഒരു ശുഭപ്രതീക്ഷയോട് കൂടെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു നേട്ടം നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. ഓക്കെ, അതാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ അങ്ങനെ നേടിയെടുത്തിട്ടുണ്ട്. ആ നേട്ടം നേടിയെടുത്തപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, ഫുള്ളി ഫ്ലറിഷ്ഡ് ആയിരുന്നില്ല, പക്ഷെ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു അറ്റംപ്റ്റിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പരിശ്രമിച്ചത്, നിങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അതായത് ആ ഒരു അധ്യായത്തിലേക്ക് കടന്നിട്ടുണ്ട്. അതൊരു ന്യൂ ബിഗിനിങ് ആണ്, അവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന പാഠം അതാണ്, ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ, ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നേടണമെങ്കിൽ നമുക്ക് വേറൊരാളുടെ സഹായം അല്ലെങ്കിൽ പരസഹായത്തിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നമുക്ക് സ്വയം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ ഒരു ഭയവും ആ ഒരു പേടിയും ഒക്കെ ഉണ്ടായാൽ പോലും അതൊക്കെ മനസ്സിൻ്റെ ഒരു തരം എന്താ പറയുക പരീക്ഷണങ്ങളാണ്, ഒരു തരം എന്താ പറയുക ഒരു ഗെയിം ആണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നമുക്ക് ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം എത്ര ചാലഞ്ചിങ് ആണെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു പാഠം, മറ്റൊരാളുടെ സഹായം ഇല്ലാതെ തന്നെ നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നൊരു പാഠം, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ ഒരു മാസമാണ് ഈ ജനുവരി മാസം. ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ വലിയ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ കാര്യമായിരിക്കാം. നിങ്ങൾ അത് മറ്റുള്ളവരുടെ ഹെൽപ്പ് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. നിങ്ങൾ പൊതുവേ ചിലപ്പോൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് പോലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് പോലും നിങ്ങൾ ചിലപ്പോൾ ചിലരുടെ സഹായം ചോദിച്ചിട്ടുണ്ടാവും, പക്ഷെ അവർ സഹായിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, അവർ സഹായിക്കാമെന്നൊക്കെ വാക്ക് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അവർ സഹായിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സമയത്ത് നിങ്ങൾ വളരെ സ്ട്രഗിളിങ് ആയിരുന്നു. ശരിക്കും അവർ സഹായിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ, നിങ്ങളുടെ ലൈഫിൽ അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അവർ ചെയ്തില്ല. അതിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾ ഇത് എന്ത് ചെയ്യും, ഇനി മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് ആലോചിച്ചൊരു വല്ലാത്തൊരു എന്താ പറയുക പേടി, ഒരു ഭയം, ആൻസൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വകവയ്ക്കാണ്ട് നിങ്ങളൊരു ലക്ഷ്യം കണ്ടെത്തി നിങ്ങൾ ആ ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ആ മുന്നോട്ട് പോയതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ ഒരു എംപറർ സ്റ്റേജിലേക്കുള്ള അല്ലെങ്കിൽ ആ ഒരു എംപറർ എനർജിയിലേക്കുള്ള ഒരു ജേണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞു, ആ ഒരു പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓക്കെ, ഒരു സ്റ്റെബിലിറ്റി നേടി എന്നാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചൊരു പാഠമാണ്, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്, നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു വലിയ പാഠം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 3 ഓഫ് സോർട്സ്, കിങ് ഓഫ് സോർട്സ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, സൺ. ഓക്കെ, പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വേറൊരു പാഠം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ വേദനിപ്പിച്ച, നമ്മളെ വഞ്ചിച്ച ആളുകൾ അവർക്ക് സെക്കൻഡ് ചാൻസ് ഇല്ല എന്നുള്ളത്. ഓക്കെ, അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സെക്കൻഡ് ചാൻസ് ഇല്ല. നിങ്ങൾ സെക്കൻഡ് ചാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ഒരു ഇമോഷണൽ പെയിൻ, നിങ്ങൾ അനുഭവിച്ച ആ വേദന, ആ ഒരു ട്രോമയിൽ നിന്നും നിങ്ങൾ ഒരു കാലത്തും ഹീൽ ആവില്ല എന്നുള്ളൊരു പാഠവും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഹെൽത്തി ബൗണ്ടറി ഈ ആളുകളുമായിട്ട്, നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള, നമ്മളെ വിഷമിപ്പിച്ചിട്ടുള്ള, നമ്മളെ ചതിച്ചിട്ടുള്ള ആളുകൾ, ഓക്കെ, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചതിച്ചിട്ടുള്ള ആളുകൾ, ഇവരുമായിട്ട് ആ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം, എത്രത്തോളം അത് ആവശ്യമാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞൊരു മാസമാണ് ജനുവരി 2025. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് നോ പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ നോ പറഞ്ഞിട്ടുണ്ട്. ആ നോ പറയുന്നത് എത്രത്തോളം, ചിലപ്പോൾ നിങ്ങളൊക്കെ ആദ്യം ഒരു മടി കാരണം നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് ഒരു വിഷമം തോന്നിയിട്ടുണ്ട്, പറഞ്ഞാൽ മതിയായിരുന്നു, പറ്റില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ നോ പറയുമ്പം ഒരു ഉള്ളിലൊരു വിഷമം, എന്താ പറയുക, എന്തിനാ ഇപ്പം ഇങ്ങനെ വേണമെങ്കിൽ പോവാലോ, എനിക്കൊന്ന് എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ തന്നെ, അതായത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ഒരു പിടിവലി നടക്കുകയാണ് കേട്ടോ. പക്ഷെ നിങ്ങൾ അവസാനം തീരുമാനിക്കണം, അല്ല ഇത് വേണ്ട, ഇതെനിക്ക് ഇഷ്ടമല്ല, ഇതെനിക്ക് മനസ്സിന് സന്തോഷം തരില്ല, എൻ്റെ മനസ്സിൻ്റെ സ്വസ്ഥതയെ കെടുത്തുന്നൊരു കാര്യമാണ്, അപ്പോൾ അതുകൊണ്ട് വേണ്ട. അത് നിങ്ങൾ ആ തീരുമാനത്തിൽ അവസാനം ഉറച്ചു. എത്ര നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു ടെംപ്റ്റേഷൻ, യെസ് എന്ന് പറയാൻ ടെംപ്റ്റേഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ നോ എന്ന് തന്നെ പറഞ്ഞു ഉറച്ചു നിന്നു. ഓക്കെ, അതിൻ്റെ ഗുണം എന്താണെന്ന് നിങ്ങൾ കാണുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുക, നോ പറയേണ്ടടുത്ത് നോ പറയുക, അതുപോലെ തന്നെ പറയേണ്ട കാര്യങ്ങൾ തുറന്ന്, വളരെ റെസ്പെക്ട്ഫുള്ളി തുറന്ന് പറയുക. ഈ കാര്യങ്ങളുടെ ഒക്കെ ഇമ്പോർട്ടൻസ്, ഓക്കെ, അത് എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഇമേജിൽ മാറ്റം വരുത്തും എന്നുള്ള ഒരു കാര്യം നിങ്ങൾ പഠിച്ചിട്ടുള്ള തിരിച്ചറിഞ്ഞൊരു മാസമാണ് ജനുവരി മാസം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ചിലപ്പം വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. അതായത് ഒരു ഇൻകം ഒക്കെ നിങ്ങൾ ചിലപ്പോൾ ഏൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ഈ ഹെൽത്തി ബൗണ്ടറി ഒക്കെ കീപ്പ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ആ ഒരു നോ പറയേണ്ടടുത്ത് നോ ഒക്കെ പറഞ്ഞു വളരെ ആ ഒരു എന്താ പറയണ്ടേ അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ മാറ്റങ്ങൾ, ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ സക്സസ്, കൂടുതൽ റെക്കഗ്നിഷൻ വരുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. ചെറിയ ചെറിയ രീതിയിലായിരിക്കാം, പക്ഷേ അത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും.
അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഓക്കെ, എനർജറ്റിക്കലി വളരെ കണക്റ്റഡ് ആണ്. നിങ്ങൾ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ, സമാധാനത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ, ഹെൽത്തി ബൗണ്ടറി കീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ള ആ ഒരു പാഠം നിങ്ങൾ പഠിച്ചു. അപ്പോൾ ഇതൊക്കെ വളരെ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നുമെങ്കിലും, അല്ലെങ്കിൽ ലോജിക്കലി നോക്കുമ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഫീൽ ചെയ്യില്ല എങ്കിലും, അത് സ്പിരിച്വലി വളരെ കണക്റ്റഡ് ആണ്, എനർജറ്റിക്കലി വളരെ കണക്റ്റഡ് ആണ് എന്നുള്ളൊരു പാഠം നിങ്ങൾ പഠിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞത് ഈ ജനുവരി മാസത്തിലാണ്. ഓക്കെ, മാത്രമല്ല നമുക്ക് ജീവിതത്തിൽ നമ്മൾ എന്താ പറയുക, ചെറിയ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും അതിൽ എക്സൈറ്റഡ് ആക്കുമ്പോഴും അതിൽ നമ്മൾ കൂടുതൽ സന്തോഷിക്കുമ്പോൾ കൂടുതൽ വലിയ വലിയ അച്ചീവ്മെൻറ്റ്സ് ഓക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ആ ഒരു ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് നമ്മൾ മാറും എന്നുള്ള ആ ഒരു എന്താ പറയുക പാഠവും നിങ്ങൾ ഈ ഒരു മാസം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിലായിരിക്കാം ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പിന്നെ അപ്പോൾ ആ അച്ചീവ്മെൻ്റ് ഉണ്ടായപ്പോൾ ആദ്യം ഓക്കെ എന്ന് വെച്ച് നിന്നിട്ടുണ്ടായിരിക്കാം. പിന്നെ അല്ല, ഇതെനിക്കൊരു അച്ചീവ്മെൻ്റ് ആണ്, ഞാൻ അത് ആഗ്രഹിച്ചതാണ് എന്ന് മനസ്സിൽ വിചാരിച്ച് നിങ്ങൾ എന്താ പറയുക, അത് അക്നോളജ് ചെയ്ത് നിങ്ങൾ അതിൽ എക്സൈറ്റഡ് ആയിട്ട് യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ അതിൽ ശരിക്കും ജെന്യുവൻലി സന്തോഷിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ കൂടുതൽ സക്സസ്, അച്ചീവ്മെൻറ്റ്സ്, അക്നോളജ്മെൻറ്റ്, ഓക്കെ, റെക്കഗ്നേഷൻ ഒക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വലിയതായിട്ട് വലിയ രീതിയിൽ നടക്കണമെന്നല്ല, ചെറിയ ചെറിയ രീതിയിലായിരിക്കാം, പക്ഷേ അത് നടന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാണ് ആ ഹൈ വൈബ്രേഷണൽ എനർജി, ആ ഒരു ബെസ്റ്റ് കേസ് സിനാരിയോയിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു മാസമാണ് ജാനുവരി 2025. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 2. നിങ്ങൾക്ക് ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ കേൾക്കുന്നതിനായിട്ട് ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ വീണ്ടും കണ്ടുമുട്ടും എന്ന് പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നിങ്ങൾ തംബ്നെയിലിലെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഫയലാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങൾ ഈ ഒരു മാസം, ഈ ജാനുവരി മാസത്തിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ പഠിച്ച പ്രധാനപ്പെട്ട പാഠങ്ങൾ എന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ ആദ്യം തന്നെ പഠിച്ചൊരു പാഠം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് എങ്കിൽ ആ ലക്ഷ്യം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നൊരു ആത്മവിശ്വാസം, നിങ്ങൾക്ക് നിങ്ങളിലും നിങ്ങളുടെ കഴിവുകളിലുമുള്ള ആത്മവിശ്വാസം നിങ്ങളിലേക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ്, കൂടുതൽ അവസരങ്ങളെ കൊണ്ടെത്തിക്കും, അല്ലെങ്കിൽ അത് ആകർഷിക്കാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ള ആ ഒരു പാഠം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ എത്രത്തോളം ആത്മവിശ്വാസത്തോടെ ഇരിക്കുന്നു, അത്രയും പോസിറ്റീവായിട്ട്, അത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ അവസരങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് തരുന്ന തരത്തിലുള്ള അവസരങ്ങളെ നിങ്ങൾക്ക് ആകർഷിക്കാനായിട്ട്, നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള ആ ഒരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു മാസത്തിൽ, ജനുവരി മാസത്തിൽ. ഓക്കെ, അതായത് ആ ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം, അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, നമ്മൾ ആ ഒരു ഇമോഷൻസ് അത് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് എക്സ്പ്രസ് ചെയ്യണം, അതിനെ അടക്കി വെക്കേണ്ട കാര്യമില്ല എന്നുള്ളതും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് വളരെ നിങ്ങൾക്കൊരു കൂടുതലും നിങ്ങളുടെ ലൈഫിലൊരു പീസ്ഫുൾ എനർജി കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട്, ചിലപ്പോൾ നിങ്ങൾ സന്തോഷം വന്നാൽ അധികം സന്തോഷം കാണിക്കില്ല, ഉള്ളിലുള്ള ആ സന്തോഷം പുറത്ത് കാണിക്കുന്ന ഒരാളായിരിക്കില്ല, അല്ലെങ്കിൽ സങ്കടം വന്നാലും അതുപോലെ തന്നെ പുറത്ത് കാണിക്കാത്ത അങ്ങനത്തെ ഒരാളായിരിക്കാം. പക്ഷെ നിങ്ങൾ പഠിച്ചൊരു പാടാണ്, ആ സന്തോഷം അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ അത് എന്താണോ ഉള്ളത് അത് മുഴുവനായി എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങൾക്കുള്ളൊരു ഭാരമാണ് നിങ്ങൾ ഇറക്കി വെക്കുന്നത്. നിങ്ങളത് മുഴുവനായിട്ട് എക്സ്പ്രസ് ചെയ്യാതിരിക്കുമ്പോൾ അവിടെ ഒരു റെസ്ട്രിക്ഷനാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് പിന്നീട് ഇങ്ങനൊരു അസ്വസ്ഥത, എന്താണെന്നില്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പീസ്ഫുള്ളായിട്ട് വളരെ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ലൈഫാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, നിങ്ങൾക്കൊരു പേഴ്സണലി ഒരു ഇൻവേർഡ്, ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു മനസ്സമാധാനം, ഒരു വല്ലാത്തൊരു സ്വസ്ഥത അനുഭവിക്കണമെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഇമോഷൻസിന് എക്സ്പ്രസ് ചെയ്യണം. അതിപ്പോൾ എങ്ങനെ ആരുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കും, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യേണ്ടതാണ്, അതിനെ റിലീസ് ചെയ്യേണ്ടതാണ് എന്നുള്ള ആ ഒരു പാഠവും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളൊരു റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലാണ് പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു പാഠം എന്ന് ഞാൻ കാണുന്നു. അതായത് റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ എന്താ പറയുക, ഫിസിക്കൽ അട്രാക്ഷനിൽ മാത്രം ഒരു കണക്ഷനിലേക്ക് പോകുന്നത് അതൊരു സുഖകരമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതത്തിൽ കണ്ടിട്ടായിരിക്കാം.
ഫിസിക്കൽ അട്രാക്ഷൻ അല്ല ഒരു പ്രണയത്തിൻ്റെ അടിസ്ഥാനമാകേണ്ടത്. ഡെഫിനറ്റ്ലി അതൊരു ഭാഗമാണ്, പക്ഷെ അത് മാത്രമായിരിക്കരുത് കാരണം എന്നുള്ള ഒരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം, ആ ഫിസിക്കൽ അട്രാക്ഷൻ അപ്പുറം അവിടെ ഒരു എന്താ പറയേണ്ടത്, ഒരു ഇമോഷണൽ ഡെപ്ത്, ആ ഇമോഷണലി ഒരു അട്രാക്ഷൻ. ഓക്കെ, അവരുടെ ആ ഒരു അവരെങ്ങനെ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നു, നിങ്ങളെടുക്കുന്ന എഫേർട്ട് എത്രത്തോളം അവർ റിഫ്ലക്റ്റ് ചെയ്യുന്നു, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളായിരിക്കാം അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളുടെ ലൈഫാണ് കാണുന്നത്. ഓക്കെ, അവരുടെ ഈ ഒരു അട്രാക്ഷൻ നിങ്ങൾ കാണുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ, നിങ്ങൾ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ഫിസിക്കൽ അട്രാക്ഷൻ ആണ്. അല്ലെങ്കിൽ ശരിക്കും അവിടെ റെഡ് ഫ്ലാഗ്സ് ഉണ്ടെങ്കിൽ വളരെ വിസിബിൾ ആണ്, പക്ഷേ ആ ഒരു ഫിസിക്കൽ അട്രാക്ഷനിൽ ഇതൊക്കെ കാണാതെ പോവാണല്ലോ, അങ്ങനത്തെ ഒരു ചിന്ത. അപ്പം നിങ്ങൾക്ക് ആ റിയലൈസേഷനാണ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അതായത് നമ്മളെടുക്കുന്ന എഫേർട്ട് എത്രത്തോളം റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളതും കൂടെ, അതിലാണ് നമ്മൾ കാര്യങ്ങൾ ഫിക്സ് ചെയ്യുന്നത്. ഈ ഒരു വ്യക്തി നമുക്ക് നല്ലതാണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, ആ ഒരു വ്യക്തി, നമ്മൾ നല്ലോണം എഫേർട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു കണക്ഷനിൽ, വളരെ കെയറിങ് സപ്പോർട്ട്, അവർക്ക് വേണ്ട സമയത്ത് അവർ കെയറിങ് കൊടുക്കുന്നു, സപ്പോർട്ട് കൊടുക്കുന്നു, കമ്പനി കൊടുക്കുന്നു. പക്ഷെ അവർ തിരിച്ചങ്ങനൊന്നും അത് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്. അപ്പോൾ അവിടെ ഉള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമാണ്, അതിനപ്പുറം ഒന്നുമില്ല, ഇമോഷണൽ ഡെപ്ത് ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. അപ്പം നിങ്ങളപ്പോൾ ഭാവിയിലത്തെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ ഇനിയുള്ള റിലേഷൻഷിപ്പിൽ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ആക്റ്റീവ്ലി ഒരു കണക്ഷൻ നോക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ള ആ ഒരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ളൊരു പാഠം എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ വരുമ്പോൾ മാറ്റങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യുക, മാറ്റങ്ങളെ എന്താ പറയുക സ്വീകരിക്കാതെ, എന്താ പറയുക അത് എങ്ങനെയാവുമോ, ഞാൻ വിചാരിച്ച പോലെ ആവാതിരിക്കുമോ, അങ്ങനെ എന്താ പറയുക കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, മാറ്റങ്ങൾ, നിങ്ങൾക്ക് മാറ്റം വേണം നിങ്ങളുടെ ലൈഫിൽ, പക്ഷേ നിങ്ങളിങ്ങനെ നെഗറ്റീവ് തോട്ട്സിൽ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുക, സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് എന്നെ കൊണ്ട് സാധിക്കുമോ, അല്ലെങ്കിൽ 100 സംശയങ്ങൾ. ഓക്കെ, ആ സംശയങ്ങൾ വരുന്നത്, ആ ഒരു നിങ്ങൾക്ക് ഉണ്ടാവുന്ന സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ആ വരുന്ന മാറ്റത്തിനെ തടയുന്നതിന് തുല്യമാണ് എന്നുള്ളൊരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്ക് കിട്ടുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പാഠങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിന്നല്ല, നിങ്ങൾ മറ്റൊരാളുടെ ലൈഫിൽ കണ്ടിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കണത്. ഇങ്ങനെ അവസരങ്ങൾ വരുമ്പോൾ ഈ അവസരങ്ങളെ ഉപയോഗിക്കാതിരിക്കാൻ എക്സ്ക്യൂസസ് കണ്ടെത്തി കഴിഞ്ഞാൽ എങ്ങനെ ഇവർ രക്ഷപ്പെടും എന്നുള്ളത് നിങ്ങൾ അങ്ങനെയാവും ചിന്തിച്ചിട്ടുണ്ടാവും. അതായത് നിങ്ങളുടെ ലൈഫിലല്ല നടക്കണേ, പക്ഷെ നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ വേറൊരു വ്യക്തിയുടെ ജീവിതത്തിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ ആ ഒരു അവർ വളരെ കോഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ള ഒരു എനർജിയും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവും. കാരണം അവർ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുമ്പോൾ, അപ്പോൾ അത് അവർക്ക് നല്ലതല്ല. കാരണം അത് അവരുടെ ലൈഫിൽ കൂടുതൽ റെസ്ട്രിക്ഷൻസ്, കൂടുതൽ സ്റ്റാഗ്നൻസിയാണ് കൊണ്ടുവരിക. കാരണം അവർക്ക് വേറൊരാളില്ലാതെ, ഒരാളുടെ സപ്പോർട്ട് ഇല്ലാതെ, ഒരാളുടെ വാലിഡേഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലെത്തും. ഇപ്പോൾ അവരുടെ ഒരു കോഡിപ്പെൻഡൻസി ടെൻഡൻസി നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ അവർക്ക് ദോഷമാണ്. അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കില്ല, അവർ ശരിയായ അവരുടെ സ്കിൽ, അവരുടെ കഴിവുകൾ തിരിച്ചറിയാൻ പറ്റില്ല. ഇങ്ങനത്തെ കുറേ പാഠങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അത് റിയലൈസ് ചെയ്തിട്ട് നിങ്ങൾ അവരിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് നിന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവണം. ഓക്കെ, പിന്നെ നിങ്ങൾ കാണുന്നത് അതാണ്. അതായത് അവർക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഒരുപാട് അവസരങ്ങൾ ഈശ്വരൻ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അവരുടെ ടെൻഷൻ, അവരുടെ നെഗറ്റീവ് തോട്ട്സ്, അവരുടെ അനാവശ്യമായിട്ടുള്ള ഓവർ തിങ്കിങ് കാരണം അവരതൊക്കെ നഷ്ടപ്പെടുത്തുന്നതായിട്ടും എന്നിട്ട് വീണ്ടും സഫർ ചെയ്യുന്നതായിട്ടും നിങ്ങൾ കണ്ടു. ഓക്കെ, അപ്പോൾ ആ സഫറിങ്ങിൽ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ കംഫർട്ട് സോണ് പുറത്ത് വരേണ്ടത് അത്യാവശ്യമാണ്. കംഫർട്ട് സോണ് പുറത്ത് വരണമെങ്കിൽ ഓവർ തിങ്കിങ് നിർത്തേണ്ടതാണ്. ആ ഓവർ തിങ്കിങ് ടെൻഡൻസി കംപ്ലീറ്റ്ലി ഇല്ലാതാക്കേണ്ടതാണ് എന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട പാഠവും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ പ്രത്യേകിച്ച് ഈ ലാസ്റ്റത്തെ 2 കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലല്ല സംഭവിച്ചിരിക്കണേ, നിങ്ങൾ നിങ്ങൾക്ക് വളരെ അടുത്തറിയുന്ന ഒരാളുടെ ജീവിതത്തിലാണ് അത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നാണ് നിങ്ങൾ ആ പാഠം പഠിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ട് ഇവർക്ക് അത് ചെയ്തുകൂടാ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ നിങ്ങളും റിയലൈസ് ചെയ്യുന്നത് ഇതിനൊക്കെ എത്രത്തോളം പ്രാധാന്യമുണ്ട്, ഇങ്ങനെയാണ് റിലേഷൻഷിപ്പ്, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്, അങ്ങനത്തെ ഒക്കെ നിങ്ങളും ആ പാഠങ്ങൾ പഠിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഉള്ള റീഡിങ് മൈ ഡിയർ ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ കേൾക്കുന്നതിനായിട്ട് ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഫ്രീ റീഡിംഗ് അല്ലെങ്കിൽ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഫ്രീ റീഡിംഗ് ഒരാൾക്ക് ഒരു പ്രാവശ്യം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഓൾറെഡി ലഭിച്ചിട്ടുള്ളവർക്ക് ഇനി അത് കിട്ടുന്നതല്ല.
പക്ഷേ അല്ലാത്തവർക്ക് അത് കിട്ടുന്നതാണ്. പക്ഷേ അവിടെയും കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. വിഷയങ്ങൾ ഏതൊക്കെ ചോദിക്കാം എന്നുള്ളതും ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതും നമ്മൾ അയക്കുന്ന ഡോക്യുമെൻ്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചോദിക്കുക. ഓക്കെ, പ്രീ റീഡിംഗ് എടുത്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ എനിക്ക് പേഴ്സണലി എന്നെ കോൺടാക്ട് ചെയ്യുമോ, ഒന്നില്ലെങ്കിൽ ഇമെയിൽ വഴി അല്ലെങ്കിൽ വാട്സപ്പ് വഴി. മറ്റു റീഡിങ്ങിലൂടെ വീണ്ടും കണ്ടുമുട്ടും എന്ന ശുഭ പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക്